നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് NCF-നെ കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. എന്താണ് NCF? ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള ദേശീയ തലത്തിലുള്ള ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂടാണ് NCF. ഈ NCF-ലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ പാഠ്യപദ്ധതി രൂപീകരണം, അതുപോലെ തന്നെ പാഠപുസ്തകം തയ്യാറാക്കൽ, അധ്യാപന രീതികൾ മെച്ചപ്പെടുത്തുക, മൂല്യനിർണ്ണയം എന്നിവയ്ക്ക് മാർഗനിർദ്ദേശം നൽകുകയൊക്കെയാണ് NCF-ൻ്റെ പ്രധാന ലക്ഷ്യം. NCERT-യാണ് NCF തയ്യാറാക്കുന്നത്. NCERT എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, അതാണ് NCERT. 1961 ഭാരത സർക്കാർ രൂപം നൽകിയ സ്വയംഭരണ സ്ഥാപനമാണ് NCERT. ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. എന്തൊക്കെ കാര്യങ്ങളാണ് NCERT ചെയ്യുന്നത്? സ്കൂൾ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നു, ദേശീയ പാഠ്യപദ്ധതി തയ്യാറാക്കുന്നു, അധ്യാപക പരിശീലനം നൽകുന്നു, വിദ്യാഭ്യാസ ഗവേഷണം നടത്തുന്നു, ഓൺലൈൻ പഠന സഹായം നൽകുന്നു. ഇതിൽ ദേശീയ പാഠ്യപദ്ധതി തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതുതന്നെയാണ് NCF, നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക്. ഇനി NCF-ലേക്ക് തന്നെ തിരിച്ചു വരാം. 1975, 1988, 2000, 2005, 2023 എന്നീ വർഷങ്ങളിലാണ് NCERT നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് നടത്തിയിട്ടുള്ളത്. 1975 കരിക്കുലം ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാഠ്യരൂപരേഖയാണ്. ഇത് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തെ അടിസ്ഥാനമാക്കിയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്, 1968 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യത്തെ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസത്തിൽ ഒരു ഏകീകരണം കൊണ്ടുവരിക എന്നതായിരുന്നു അന്നത്തെ ലക്ഷ്യം. ഇനി രണ്ടാമത് കരിക്കുലം ഫ്രെയിം വർക്ക് നടക്കുന്നത് 1988 ഇത് 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയം NEP അനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ചൈൽഡ് സെൻറ്റേർഡ് പഠനം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെ അധ്യാപക പരിശീലനത്തിനും പ്രാധാന്യം നൽകുന്നു. കൂടാതെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന ഒരു പുതിയ ആശയവും 1988 കരിക്കുലം ഫ്രെയിം വർക്കിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അടുത്തത് 2000 ഫ്രെയിം വർക്കാണ് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ പഠനത്തിൽ മൂല്യബോധം ഉണ്ടാക്കുക, ദേശീയ ഐക്യം മുതലായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നതും 2000 കരിക്കുലം ഫ്രെയിം വർക്കിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നാലാമതായി നടന്നതാണ് 2005 വന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും വ്യാപകമായി സ്വീകരിക്കപ്പെട്ടതുമായ ഒരു രൂപരേഖയാണ് ഇത്. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ഫ്രെയിം വർക്ക് നടത്തിയത്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, ഭാരമില്ലാത്ത പഠനം, അതായിരിക്കണം കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. കൂടാതെ അതുവരെ ഉണ്ടായിരുന്ന മനഃപ്പാഠമാക്കൽ എന്ന രീതി പാടെ ഒഴിവാക്കുന്നു. കുട്ടികൾ അവരുടെ അനുഭവങ്ങളുമായി ബന്ധിപ്പിച്ചിട്ട് വേണം പഠനം നടത്തുവാൻ വേണ്ടി. CCE എന്ന ആശയം കൊണ്ടുവരുന്നു. അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന ആശയം 2005 നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കിലൂടെയാണ് കൊണ്ടുവരുന്നത്. അഞ്ചാമത്തേതാണ് 2023 കൊണ്ടുവന്ന മാറ്റങ്ങൾ. അത് NEP 2020, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അടിസ്ഥാനമാക്കിയാണ് 2023 നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് നടക്കുന്നത്. ഇതിൽ മാതൃഭാഷാ പഠനത്തിന് പ്രാധാന്യം നൽകുന്നു. അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്നത് 10+, 2+, 3 എന്ന പാറ്റേൺ ആണ്. അത് മാറി 5+, 3+, 3+4 എന്ന പാറ്റേണിലേക്ക് കൊണ്ടുവന്നു. മുന്നത്തെ ക്ലാസ്സിൽ ഇതെന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയുടെ കഴിവിനെ അനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നടക്കുന്നത്. കൂടാതെ വൊക്കേഷണൽ എഡ്യൂക്കേഷനിലൊക്കെ ഈ 2023 നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനും ലൈഫ് സ്കിൽസൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. അതായത് കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ 1985 രാജീവ് ഗാന്ധി മന്ത്രിസഭയുടെ കാലത്ത് മാനവ വിഭവ വികസന ശേഷി മന്ത്രാലയം എന്നാക്കി മാറ്റി. MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അങ്ങനെ മാറ്റിയത് NEP
2020 പ്രകാരം വീണ്ടും വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കി മാറ്റി. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണേ. ഇനിയൊരു ചോദ്യമാവാം. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, ഭാരമാകാതെയുള്ള പഠനം എന്ന റിപ്പോർട്ട് സമർപ്പിച്ചത് ആരാണ്? UGC ചെയർമാനായിരുന്ന യശ്പാൽ ആയിരുന്നു ആ റിപ്പോർട്ട് സമർപ്പിച്ചത് 1993. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2005 NCF പ്രകാരമാണ് ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. NCF 2005 3 ലാംഗ്വേജ് ഫോർമുല കൊണ്ടുവരുന്നത്. അതായത് ആദ്യ ഭാഷ മാതൃഭാഷ പഠിക്കുക, രണ്ടാമത്തെ ഭാഷ ഹിന്ദി പഠിക്കുക, മൂന്നാമത്തെ ഭാഷ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ആധുനികമായ ഒരു ഭാഷ പഠിക്കാം. പിന്നെ മറ്റു ചില മേഖലകൾ കൂടി, അതായത് കമ്പ്യൂട്ടർ പഠനം, കലാപഠനം, ആരോഗ്യ കായിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, സമാധാനത്തിനുള്ള വിദ്യാഭ്യാസം, ഇതിലൊക്കെ 2005 NCF ഊന്നൽ നൽകുന്നുണ്ട്. അപ്പോൾ NCFനെ കുറിച്ച്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ അഭിപ്രായങ്ങളും അറിയിക്കുക. നന്ദി.